ഇപ്പം ഞാനൊക്കെ വളരുന്ന സമയത്ത് നല്ല അടി കിട്ടിയിട്ട് വളർന്ന ഒരാളാണ്. പക്ഷെ ഇന്നത്തെ കാലത്ത് പാരന്റിങ് എന്ന് പറയുമ്പോൾ അവിടെ വരുന്ന ഒരു മിസ്കൺസെപ്ഷനാണ് കുട്ടികളെ ഒരിക്കലും അടിക്കാൻ പാടില്ല, കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ് വേണ്ടത്. കുട്ടികളെ അടിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, ഇഫ് ആ കുട്ടിക്ക് റീസൺ അറിയാം, എനിക്ക് ഉപ്പാടെ അടുത്ത് അടി കിട്ടിയത് ഇതിനാണ്, ഉമ്മാടെ അടുത്ത് അടി കിട്ടിയത് ഇതിനാണ് എന്ന് അവൻ അറിയെങ്കിൽ അവനത് പിന്നെ ആ മിസ്റ്റേക്ക് വീണ്ടും കമ്മിറ്റ് ചെയ്യില്ല. പക്ഷേ ആ കുട്ടിക്ക് അറിയില്ല, അൺപ്രഡിക്റ്റബിൾ ആയിട്ടാണ് പാരന്റ് എക്സ്പ്രസ് ചെയ്യുന്നത്, വന്ന് തള്ളുന്നതെങ്കിൽ ഇറ്റ് വിൽ ബിക്കം എ ട്രോമ. അപ്പോൾ ഒരു കുട്ടിക്ക് ചെറുപ്പത്തിലെ അത്തരം ട്രോമ ഉണ്ടാവുമ്പോൾ അവർക്ക് അതോറിറ്റി ഇഷ്യൂസ് വരും. അത് പാരൻസിൻ്റെ അടുത്ത് മാത്രമല്ല, അവരൊരു ജോലിക്ക് പോവുകയാണെങ്കിൽ അവിടുത്തെ അതോറിറ്റി ഫിഗേഴ്സുമായിട്ട് അവർക്ക് ഇഷ്യൂസ് വരാം, റിലേഷൻഷിപ്പിലോട്ട് വരുമ്പോൾ ഇഷ്യൂസ് വരാം. ഇതെല്ലാം ഇങ്ങനത്തെ ട്രോമാസ് കാരണം ഉണ്ടാവുന്നതാണ്. അതുപോലെ ഭയങ്കര ഒബീഡിയൻ്റ് ആണ്, ഡിസിപ്ലിൻ ആവാൻ വേണ്ടി തല്ലി വളർത്തുന്ന പാരൻസ് ആണെങ്കിൽ പല പേഴ്സണാലിറ്റി ഇഷ്യൂസിലോട്ടും ഈ ഒരു അടി ഒരു കാരണമായേക്കാം. അപ്പം നിങ്ങൾ കുട്ടികളെ അടിച്ചു വളർത്താൻ ഉദ്ദേശിക്കുന്ന പാരൻസ് ആണെങ്കിൽ ആദ്യം നിങ്ങളുടെ ഇമോഷൻസ് കംപ്ലീറ്റ്ലി ആ കുട്ടിയിൽ തീർക്കാനല്ല നോക്കേണ്ടത്, ആ കുട്ടിക്ക് അത് ഉപകാരപ്പെടുന്നുണ്ടോ എന്ന് ഉറപ്പ് വരുത്തി ആ കുട്ടിയുടെ അടുത്ത് സംസാരിച്ചിട്ട് ശിക്ഷണം നൽകുന്നതാണ് ഏറ്റവും നല്ലത്.